മകനല്ല, ഇനി മുതൽ രാജാവിന്റെ മകളാണ് സംസാര വിഷയമാകാൻ പോകുന്നത്. മോളിവുഡിൽ നിന്ന് ഏറ്റവും വലിയ ന്യൂസ്, ഏറ്റവും വലിയൊരു സർപ്രൈസ് ന്യൂസ് ഇന്നേക്ക് ഇപ്പൊ ഇറക്കി വച്ചതേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. അതേപോലെ ആശീർവാദ് സിനിമാസ് ഇറക്കി വിട്ടിയ ഭയങ്കരമായ ഒരു സർപ്രൈസ് ന്യൂസ്. ഓൾറെഡി ന്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഞാൻ പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി. വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു എന്നുള്ളൊരു സർപ്രൈസ് ന്യൂസ്. ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് ന്യൂസ് തന്നെയാണ്. ബിക്കോസ് ഇന്നലെ ഒരു വൈകുന്നേരം അല്ല ആകുന്ന സമയത്ത് നാളെ ഒരു അപ്ഡേഷൻ, ഭയങ്കരമായ ഒരു അപ്ഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ ലാലേട്ടന്റെ ഇൻസ്റ്റാ പേജിൽ ഒരു പോസ്റ്റർ. ഇതാണ് ഈ പോസ്റ്റർ. ഇത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് പുതിയ ചിത്രത്തിന്റെ ആണെന്ന് 100% ഉറപ്പാണ്. പക്ഷെ ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് പെട്ടെന്നായിരുന്നു ഇതിന്റെ അപ്ഡേഷൻ. ദൃശ്യം 3 അല്ല എന്നുള്ള ഉറപ്പായിരുന്നു. ദൃശ്യം 3 നേരത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു അപ്ഡേഷൻ വരുമ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളൊരു സംഭവം ഞെട്ടിച്ചു. ആൻഡ് അതിനിടയ്ക്ക് ഇന്ന് എന്റെ രാവിലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മാധ്യമപ്രവർത്തനമായ ഒരു സുഹൃത്ത് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ജൂഡ് ആന്റണിയുടെയോ അല്ലെങ്കിൽ അമൽ നീരദിന്റെയോ ഒരു പടമാണ് ലാലേട്ടനെ വെച്ച് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അത് അമൽ നീരദ് ലാലേട്ടൻ ഓൾറെഡി വരുന്നുണ്ടല്ലോ, ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം. അതേപോലെ ജൂഡ് ആന്റണി ലാലേട്ടനെ വെച്ചൊരു പടം എടുക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ രണ്ട് സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ നമ്മളെ ആ ഒരു പ്രതീക്ഷ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ജൂഡ് ആന്റണിയാണ് ഇതിന്റെ സംവിധായകൻ ഈ പടത്തിന്റെ. സോ ജൂഡ് ആന്റണിന്റെ പടത്തിൽ ലാലേട്ടൻ ഉണ്ട് 100% ഉറപ്പാണ്. സോ ഇതിലെ നായികാ വേഷമാണോ എന്താണെന്ന് നമുക്കറിയില്ല. അതൊരു കൺഫേം ന്യൂസ് അല്ല. പക്ഷെ ലാലേട്ടന്റെ കൂടെ തന്നെ ലാലേട്ടന്റെ മകൾ മായ മോഹൻലാൽ, വിസ്മയ മോഹൻലാലാണ്. മായ എന്ന് വിളിക്കുന്നേ തോന്നുന്നു. വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അത് കൺഫേം ന്യൂസ് ആണ്. സോ അതിന്റെ പോസ്റ്ററാണ് ഇപ്പൊ ഇറക്കി വിട്ടത്. സോ ഇപ്പൊ ഇൻസ്റ്റയിൽ ഇറക്കി വിട്ട സംഭവം അതാണ്. ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽ തുടക്കം. ഇതിന്റെ പേര് ഭയങ്കര ഒരു സംഭവം കേട്ടോ. ഈ സിനിമയുടെ പേര് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭയങ്കര തുടക്കം എന്നാണ്. ജൂഡ് ആന്റണി ജോസഫ് ദ ബിഗിനിങ്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ടൈറ്റിലാണ്. ഇത് സിനിമയുടെ ടൈറ്റിൽ തന്നെയാണ് തുടക്കം. ഏഷ്യാൻ ന്യൂസിൽ ഒരു 5 മണിക്ക്, അതായത് ലാലേട്ടൻ ഇൻസ്റ്റയിൽ ഇടുന്നതിന് മുമ്പ് ഏഷ്യാൻ ന്യൂസിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കണ്ടുപിടിച്ച് വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തിലേക്ക് വരുന്നു പറഞ്ഞിട്ട്. പക്ഷെ അവർക്ക് പോലും പേര് കണ്ടിട്ടുണ്ടായില്ല. പേരിപ്പോഴാണല്ലോ ഇട്ടത്. പേര് അവർ പറഞ്ഞിട്ടുണ്ടായില്ല. കൺഫേം ന്യൂസ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ പോസ്റ്റർ കണ്ട സമയത്ത് തുടക്കം എന്ന് ഞാൻ വിചാരിച്ചു. തുടക്കം ഇതെന്താണ് സംഭവം? ഫസ്റ്റ് തുടരം ഇറങ്ങി, ഇനി തുടക്കമാണോ അല്ലെങ്കിൽ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്നാണോ ഉദ്ദേശിച്ചത്? പക്ഷെ എനിക്ക് തോന്നുന്നു അല്ല, ഇത് ടൈറ്റിൽ തന്നെയാണ് സിനിമേന്റെ. ബിക്കോസ് അങ്ങനെ തന്നെയാണ് ആ ടൈറ്റിൽ പോസ്റ്ററിന്റെ ഒരു സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്. തുടക്കം, യെസ്, ദ ബിഗിനിങ് അടുത്തിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹാഷ്ടാഗിലും തുടക്കം ദ ബിഗിനിങ് തന്നെയാണ് കൊടുത്തത്. സോ ടൈറ്റിൽ ഈസ് ഐ തിങ്ക് 99.99% ഇത് തന്നെയാണ് എന്താണ് സിനിമയുടെ പേര്, തുടക്കം. സോ ഇത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു. ബിക്കോസ് തുടരും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തുടക്കം. ഇതെന്താണ് സംഭവം എന്ന് യാതൊരു പിടിയില്ല. എങ്ങനെയാണ് എന്താണ് ഈ പേരിന്റെ പുറകിലുള്ള കളി എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും തുടക്കം എന്നാണ് പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതിയിട്ടുള്ളത് ആശീർവാദ് സിനിമാസ് ടേക്സ് ഇമ്മൻസ് പ്രൈഡ് ആൻഡ് ഹോണർ ടു ഇൻട്രൊഡ്യൂസ് മിസ് വിസ്മയ മോഹൻലാൽ ഇൻ ഹെർ സിൽവർ സ്ക്രീൻ ഡിബറ്റ് ആണ് മക്കളെ. With hearts full of pride and eyes set on the horizon, we unveil the new voice, the fresh vision and the dawn of a luminous new chapter. മായ മോഹൻലാൽ എന്നൊക്കെ എടുത്ത് തുടക്കം, ദ ബിഗിനിങ്, ജൂഡ് ആന്റണി ജോസഫ്, ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സോ മക്കളെ ഇത് കൺഫേം ന്യൂസ് ആണ്. അതെന്ന് വെച്ചാൽ ലാലേട്ടൻ തന്നെ 26-ാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ ആയ ഒരു മഹാനടനാണ് ലാലേട്ടൻ. സോ ലാലേട്ടന്റെ മക്കൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രണവ് കുറച്ച് നേരത്തെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അധികം സിനിമകളൊന്നും അഭിനയിച്ചില്ലെങ്കിലും മുഖം കാണിച്ചിട്ടുണ്ട് പണ്ട് മുതൽക്ക്. ഇപ്പൊ മായ മോഹൻലാൽ എനിക്ക് തോന്നുന്നു 32-33 വയസ്സ് എന്തായാലും ആയി. അപ്പൊ മൂപ്പര് ആ ടൈമിലാണ് ഇപ്പൊ സിനിമയിലേക്ക് വരുന്നത്. അത് പണ്ട് ലാലേട്ടനെ കുറെ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ അവരെ സിനിമാ കാര്യങ്ങൾ അങ്ങനെ ഒന്നും പുഷ് ചെയ്യാറൊന്നുമില്ല. അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ വന്ന് അഭിനയിക്കും എന്നുള്ളതാണ്. സോ ആ ടൈമായി അവർക്ക് തോന്നി വന്ന് അഭിനയിച്ചു, അത്രയുള്ളൂ. വന്ന് അഭിനയിക്കുന്നു, അത്രയുള്ളൂ. എന്നിരുന്നാലും എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല മായ മോഹൻലാൽ ലാലേട്ടന്റെ വിസ്മയ മോഹൻലാൽ, സോറി അഗൈൻ മായ മോഹൻലാൽ, വിസ്മയ മോഹൻലാൽ ഒരിക്കലും സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ പേഴ്സണലായിട്ട് വിചാരിച്ചില്ല. ബിക്കോസ്
അവരുടെ ഇൻസ്റ്റാ പേജിലും കാര്യങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും വായന, അല്ലെങ്കിൽ ചിത്രം, പെയിന്റിങ്, വായന, അല്ലെങ്കിൽ പുസ്തകങ്ങൾ, റീഡിങ്, അതേപോലെ ഇപ്പൊ തായ്ക്കൊണ്ടോ എന്തോ തായ്ലാന്റിൽ പോയിട്ട് വേറെ എന്തൊക്കെയോ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. തായ്ലാന്റിലാണ് താമസിച്ച് കുറെ വർഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. സോ അങ്ങനെ എനിക്ക് തോന്നിയില്ല അത് അഭിനയ ജീവിതത്തിലേക്ക് കടന്നു വരും, അല്ല അഭിനയത്തിലേക്ക് ഒരു പാഷൻ ഉണ്ട്. പാഷനാണോ എന്നറിയില്ല, എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല. എന്തായാലും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ 2 മക്കളും, പ്രണവ് നേരത്തെ വന്നു, കുറച്ച് പടങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രണവിന്റെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടു. മൂപ്പർക്കും സിനിമയിൽ നിൽക്കണം എന്നൊന്നുമില്ല, ഇടക്ക് വന്ന് ചെയ്യും, പിന്നെ അത് ഈ മനത്തിലേക്ക് പോകും, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതും മോളും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. ഏതായാലും 2 മക്കളും സിനിമയിലേക്ക് എത്തുന്നുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാർത്ത. അത് എന്തായാലും സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. മകള് വരുന്നവരും ഒരു ആകാംക്ഷ, ഒരു പ്രതീക്ഷ തന്നെയാണ്. ആൻഡ് ഇപ്പൊ ദുൽഖറുമായിട്ടുള്ള പെയർ, അതൊക്കെ ഭയങ്കര സ്ക്രീനിൽ വരുമ്പോൾ ഒരു സംഭവമായിരിക്കുമല്ലോ. ദുൽഖറിന്റെ പെയറായിട്ട് വരുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകന്റെ പെയറായിട്ട് വരുന്നു, അങ്ങനെ വരുന്ന സമയത്ത് അതൊരു സംഭവം തന്നെയാണ്. ഓക്കെ, ആക്ച്വലി കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപിന്റെ മക്കള് 2 ആൾക്കാരുണ്ട്, പക്ഷെ അതങ്ങനെ ക്ലച്ച് പിടിച്ചില്ല, അതാണ് സംഭവം. ഇവൻ കാളിദാസ് ആണെങ്കിലും ജയറാമിനാണെങ്കിലും ഒരു ക്ലച്ച് പിടിച്ചില്ല. ഈവൻ പ്രണവ് മോഹൻലാൽ ആണെങ്കിലും മലയാളത്തിൽ ഒരു ഭയങ്കരമായ ഒരു സെപ്പറേറ്റ് ഇരിപ്പിടമൊന്നും മൂപ്പർ ഉണ്ടാക്കിയിട്ടില്ല. മൂപ്പർ അത് ഉദ്ദേശിച്ചിട്ടുള്ള വേണമെന്ന്. പക്ഷെ എല്ലാവരും സിനിമയിൽ അഭിനയിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനിടക്കാണ് ലാലേട്ടന്റെ മകളും കൂടി. ഏതായാലും നല്ല വാർത്തയാണ്, വരട്ടെ. അപ്പൊ ജൂഡ് ആന്റണിന്റെ പടം എന്നുള്ളത് തന്നെയാണ് ഭയങ്കരമായ പ്രത്യേകത. ആൻഡ് നല്ലൊരു ഇതിനേക്കാളും ഇല്ല മികച്ച ഒരു സംഭവം കിട്ടാനില്ല. എനിക്കൊന്ന് ജൂഡ് ആന്റണി എന്തൊക്കെയോ കുക്കിംഗ് ആണ് മൂപ്പര്. ലാലേട്ടനെ വെച്ച് പടം എടുക്കണം, എനിക്കൊരു അവസരം വേണം, ലാലേട്ടനെ വിളിച്ച് എനിക്കൊരു പടം എടുക്കണം. 2015 വിജയം ശേഷം മൂപ്പര് ഭയങ്കര ഹെവി സാധനമാണ്. സോ എന്തായാലും മൂപ്പര് ഹിസ് കുക്കിംഗ് സംതിങ് ബിഗ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സോ ലാലേട്ടൻ തന്നെയാണ് നായകൻ എന്നുള്ളത് 100% ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. സോ മായ മോഹൻലാലിന് നായികയായിട്ട് വരാൻ സാധ്യതയില്ല എന്തായാലും ലാലേട്ടന്റെ. എന്തായാലും എങ്ങനെയൊക്കെ ബാക്കി അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഏതായാലും ജൂഡ് ആന്റണിയുടെ സംവിധാനമാണ്, ആശീർവാദ് സിനിമ സ്വന്തം പ്രൊഡക്ഷനാണ്, അച്ഛനുണ്ട് ഒരു ഭാഗത്ത്, ആന്റണി പെരുമ്പാവൂര്, പിന്നെന്താ വേണ്ട അല്ല, ഇവർക്കൊന്നും സിനിമയിലേക്ക് വരാൻ വേണ്ടി വലിയ സംഭവങ്ങളൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു കാഷ്വൽ കേക്ക് വാക്ക് എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ ആയിരിക്കും. എന്തായാലും മകളെ വെൽക്കം ചെയ്തുകൊണ്ട് അച്ഛനും മോഹൻലാലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ എഴുതിയത് ഇങ്ങനെയാണ്: ഡിയർ മായക്കുട്ടി, മേ യുവർ തുടക്കം ബി ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ ലൈഫ് ലോങ് ലവ് അഫെയർ വിത്ത് സിനിമ. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. തുടക്കം, റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ് ആൻഡ് പ്രൊഡ്യൂസർ ബൈ ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമ, വിസ്മയ മോഹൻലാൽ. നല്ലൊരു സംഭവം അല്ലേ? ഡിയർ മായക്കുട്ടി, മേ യുവർ തുടക്കം ബി ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ലൈഫ് ലോങ് ലവ് അഫെയർ വിത്ത് സിനിമ. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മളെയും പ്രതീക്ഷ, പ്രാർത്ഥന. ഏതായാലും നല്ലൊരു അപ്ഡേറ്റ് ആണ്, പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇതിൽ 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് നമ്മൾ ലാലേട്ടൻ ഒരു പടം വരുന്നു ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭവം. അത് ജൂഡ് ആന്റണീന്റെ കൂടെ ഒരു പടം വരുന്നു. പടത്തിന്റെ പേര് തുടക്കം. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, ആ ഒരു ടൈറ്റിൽ പോസ്റ്ററും കാണുമ്പോൾ ഉണ്ട്, എന്തായാലും പ്രതീക്ഷ ഇല്ലാവുന്ന. ലാലേട്ടന്റെ പടം ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം നമുക്ക് പ്രതീക്ഷ ഉള്ളതാണ്, ഹൈപ്പ് ഉള്ളതാണ്, ഓട്ടോമാറ്റിക് ഹൈപ്പ് കയറും. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജൂഡ് ആന്റണി പറഞ്ഞതാണ് ഞാൻ ഒരു പടം എടുക്കും എന്തായാലും ലാലേട്ടനെ വെച്ചിട്ട് എന്നുള്ളത്. അത് ഇത്ര പെട്ടെന്ന് ഇത്രയൊരു സസ്പെൻസോടെ എടുക്കുന്നു വിചാരിച്ചിട്ടില്ല. ഏതായാലും ലാലേട്ടന്റെ മകളും കൂടി, രാജാവിന്റെ മകളും കൂടി രംഗപ്രവേശനം ചെയ്യുന്ന സമയത്ത് ഒന്നും പറയാനാവില്ല. കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരട്ടെ, അത്രയേ ഉള്ളൂ. അതോ ഈ ഒരു സസ്പെൻസ് ന്യൂസ് ഏതായാലും മലയാളികൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ഉണ്ടാവുക, കൂടുതൽ കാണാം വീഡിയോകളുമായി. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബൾട്ടാൻ ബിയേഡ് റിയാക്ട്സ്.